അത്തിപ്പൂവ് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതിയുടെ ഫോണിലേക്ക് ദേവി വിളിക്കുന്നുണ്ട്. ചേച്ചി, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താടി കാര്യം എന്ന് ചോദിക്കാണ് രേവതി. അതെ ചേച്ചി, ഈ കാര്യം ഞാൻ ആദ്യം ചേച്ചിയോട് പറയണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ വെപ്രാളം കാരണം എൻ്റെ സന്തോഷം കൊണ്ട് തന്നെ ഞാൻ അമ്മയോട് അറിയാതെ പറഞ്ഞു പോയി. എൻ്റെ ലൈഫിൽ അത്രയും വലിയൊരു കാര്യം തന്നെ നടന്നു എന്ന് പറയാണ് ദേവു. എടി ദേവു, നീ വെറുതെ ഇങ്ങനെ ബിൽഡപ്പ് ഇടാതെ കാര്യം പറയാമെന്ന് രേവതി ചോദിച്ചു. അന്നേരം ദേവു പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് കുറേ ദിവസമായല്ലോ, റിസൾട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ റിസൾട്ട് വന്നു ചേച്ചി, ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെ പാസ്സായിരിക്കുന്നു. ദേവു ആവേശത്തോടെ പറഞ്ഞു. ഇത് കേട്ടതോടെ രേവതിക്ക് സന്തോഷം അടക്കാനായില്ല. അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. മോളെ, നീ പാസ്സായല്ലോ, അതും ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെ പാസ്സായല്ലോ. ഇങ്ങനൊരു വാർത്ത ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് രേവതി പറഞ്ഞപ്പോൾ തന്നെ ദേവു പരിഭ്രമത്തോടെ ചോദിക്കുന്നുണ്ട്, അതെന്താ ചേച്ചി, ഞാൻ പാസ്സാവില്ല എന്ന് ചേച്ചി വിചാരിച്ചോ എന്ന് ചോദിക്കും. അന്നേരം നീ ജയിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു മോളെ, പക്ഷേ ഇത് നമ്മുടെ കുടുംബത്തിന് കിട്ടിയ വലിയൊരു അംഗീകാരം തന്നെയാണ്. നീ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. എനിക്ക് ഈ സന്തോഷത്തിൽ എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് പറഞ്ഞ രേവതിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയാണ്. ചേച്ചി, ഇതിനെല്ലാം കാരണക്കാരൻ ചേച്ചിയാണ്. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം പഠിപ്പ് പാതി വഴിയിൽ ഉപേക്ഷിച്ചതല്ലേ. ഈ ഡിഗ്രി എനിക്ക് കിട്ടിയത് ചേച്ചി ഒരാൾ കാരണമാണ് എന്ന് ദേവു വികാരധീരരായി പറഞ്ഞു. എടി, അതൊന്നുമല്ല മോളെ, നിന്റെ മിടുക്ക് തന്നെയാണ് ഇതിനൊക്കെ കാരണം. നീ കുടുംബത്തിന്റെ സാഹചര്യം അറിഞ്ഞ് പഠിച്ചതിന്റെ ഫലമായിട്ടാണ് ഇതെന്ന് രേവതി മറുപടി നൽകി. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി, എനിക്കൊരു ചായ വേണമെന്ന് പറയാണ് സച്ചി. അന്നേരം രേവതിയുടെ കലങ്ങിയ കണ്ണുകളെല്ലാം തന്നെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രേവതി, നീ എന്തിനെങ്ങനെ കരയുന്നത്? സച്ചി പരിഭ്രമത്തോടെ ചോദിച്ചു. സച്ചേട്ടാ, ദേവു ഫോണിലുണ്ട്, അവളോട് തന്നെ കാര്യം ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഫോൺ നേരെ സച്ചിക്ക് കൈമാറി. സച്ചി ഫോൺ എടുത്തിട്ട്, എന്താ ദേവു, എന്താ നിന്റെ ചേച്ചി ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, സച്ചേട്ടാ, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി എന്ന് പറയാണ് ദേവു. ആഹാ, കൊള്ളാമല്ലോ ദേവു, നീ ഇപ്പൊ ഡിഗ്രി ഹോൾഡർ ആയ. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ ഡിഗ്രി ഹോൾഡർ നീയാണ്. ഇപ്പോഴാണ് രേവതിയുടെ കണ്ണ് നിറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായത്. സത്യത്തിൽ എന്റെ കണ്ണ് നിറഞ്ഞു വരുന്നു കേട്ടോ ദേവു. പഠിപ്പില്ലാത്തവർക്ക് അതിന്റെ വില ശരിക്കും അറിയാവുന്നതാണ്. ഒരുപാട് അഭിമാനം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി തന്റെ അഭിനന്ദനങ്ങളും ദേവുവിനെ അറിയിച്ചു. ഞങ്ങൾക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നീ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നന്നായി പഠിച്ച് പാസ്സായല്ലോ, അതൊരു വലിയ കാര്യം തന്നെയാണ്. അന്നേരം ദേവു ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ, ചേച്ചിയും കൂട്ടിയിട്ടൊന്ന് വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിക്കും. അതിനെന്താ, ഞങ്ങൾ വരാലോ, ഞാൻ രേവതിയും കൂട്ടിയിട്ട് നിനക്ക് നല്ല മാലയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും സച്ചി ഫോണ് കട്ട് ചെയ്യുന്നത്. ഫോണ് വെച്ച ഉടനെ തന്നെ രേവതി അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. നമ്മളെ പഠിപ്പില്ലാത്തതിന്റെ പേരിൽ പലരും അപമാനിച്ചിട്ടുണ്ട് സച്ചിയേട്ടാ, പക്ഷേ ഇന്നു ദേവു അത് തീർത്തു തന്നു. അന്നേരം സച്ചി ആശ്വസിപ്പിക്കുന്നുണ്ട്, വാ, ഈ വിവരം നമുക്ക് എന്തായാലും വീട്ടുകാരുടെ എല്ലാവരോടും പറയണമെന്നൊക്കെ പറഞ്ഞ് സച്ചി നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അച്ഛാ, ദേവു ഫസ്റ്റ് ക്ലാസ്സോടെ ഡിഗ്രി പാസ്സായി. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ ഗ്രാജുവേറ്റ് അവളാണെന്ന് രേവതി ആവേശത്തോടെ പറയുമ്പോൾ, മക്കളെ, ഇത് വലിയൊരു കാര്യമാണെന്നും ഇതിനെല്ലാം കാരണക്കാരി രേവതിയാണെന്ന് പറയാൻ അച്ഛൻ. അയ്യോ അച്ഛാ, ഞാൻ എന്ത് ചെയ്തു, അവൾ പഠിച്ച് പാസ്സായതല്ലേ എന്ന് രേവതി പറയുമ്പോൾ, അല്ല മോളെ, നിന്റെ അച്ഛൻ മരിക്കുമ്പോൾ നിന്റെ പേരാണ് പറഞ്ഞത്. ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിന്നെയാണ് ഏൽപ്പിച്ചത്. ഇന്ന് ആ ആത്മാവ് തീർച്ചയായിട്ടും സന്തോഷിക്കുന്നുണ്ടാവുമെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് വലുതാണെന്ന് രേവതി നന്ദിയോടെ പറയാണ്. ചന്ദ്രമതി ഇതും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ചന്ദ്രേ, വാ, ഇങ്ങോട്ട് വാ, ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു വിളിക്കുമ്പോൾ, എന്താ രവിയേട്ടാ, പെൻഷൻ കാശ് വല്ലതും കൂട്ടിക്കിട്ടിയോ എന്നായിരിക്കും ചന്ദ്രമതി പരിഹാസത്തോടെ ചോദിക്കുന്നത്. മാത്രം എടോ, കാശിന്റെ കാര്യം മാത്രമാണോ ചന്ദ്രേ നിനക്ക് വലുത്? അതിനേക്കാൾ വലിയൊരു കാര്യം ഇവിടെ നടന്നു. നമ്മുടെ ദേവു ഇല്ലേ, ദേവു ഡിഗ്രി പാസ്സായി എന്ന്. ഓ, ഇതപ്പം എത്ര വലിയ കാര്യം എന്ന മട്ടിലായിരുന്നു ചന്ദ്രമതിയുടെ പ്രതികരണം. എന്റെ അനിയത്തി പാസ്സായി അമ്മേ എന്ന് സച്ചേട്ടൻ പറയുമ്പോൾ, പാസ്സായതിപ്പോ എന്താ, അവൾ ഇതുകൊണ്ട് എന്തുണ്ടാക്കാനാണ്? ഷോക്കേസിൽ വെക്കാനാണോ? ഒടുവിൽ മുള വളക്കാൻ തന്നെയല്ലേ അവളും പോകുന്നത് എന്ന് ചന്ദ്രമതി പുച്ഛത്തോടെ ചോദിച്ചു. ചന്ദ്രേ, നീ എന്തിനെങ്ങനെ എല്ലാത്തിനും മോശമായി കാണുന്നത് എന്ന് രവീന്ദ്രൻ ദേഷ്യപ്പെടുമ്പോൾ, അമ്മയുടെ നാവിൽ നിന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കേണ്ട അച്ഛാ എന്ന് സച്ചി മറുപടി പറഞ്ഞു. കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടി പഠിച്ചു വരുന്നത് കേട്ടാൽ നല്ലൊരു വാക്ക് പറയാൻ നിനക്ക് കഴിയില്ല ചന്ദ്രേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ രവീന്ദ്രൻ ദേഷ്യപ്പെടുകയാണ്. അന്നേരം സച്ചി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവരോട് അതൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല അച്ഛാ. രേവതി, നീ നിന്റെ പഠനം ഉപേക്ഷിച്ച് അവരെ പഠിപ്പിച്ചത് വെറുതെ ആയില്ലേ മോളെ എന്ന് അച്ഛൻ വീണ്ടും ആശ്വസിപ്പിച്ചു. ഓ, ഡിഗ്രി കിട്ടുന്നത് അത്ര വലിയ കാര്യമാണോ? പണ്ടൊക്കെ അതൊക്കെ അത്ര വലുതായിരുന്നു. പക്ഷെ ഇപ്പൊ ആർക്കും കിട്ടും ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്നും പോവാൻ ഒരുങ്ങുമ്പോൾ, അമ്മേ ഒന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് സച്ചി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുവരികയാണ്. ഇതെന്തിനാണെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ, അമ്മയുടെ വയറ് വല്ലാതെ എരിയുന്നുണ്ടല്ലോ, ഈ വെള്ളം കുടിച്ചാൽ അതൊന്ന് ആറിക്കോളും എന്നൊക്കെ പറഞ്ഞ് സച്ചി പരിഹസിച്ചു. നീ എന്നെ കളിയാക്കാണോ? ഇവളുടെ അനിയത്തി ഡിഗ്രി എടുത്താൽ എനിക്ക് എന്താ കാര്യം എന്നിങ്ങനെ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോഴാണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത്.
ശ്രുതി ചോദിക്കുന്നുണ്ട്. ആന്റി ആരാ ഡിഗ്രി എടുത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ എന്റെ അനിയത്തിയാണെന്ന് രേവതി മറുപടി നൽകും. ആഹാ നല്ല കാര്യം. പക്ഷേ രേവതി, ഇക്കാലത്ത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ആർക്കും കിട്ടും ഡിഗ്രി. എന്നെ പോലെ 4ഉം 5ഉം ഡിഗ്രി എടുക്കുന്നതാണ് ശരിക്കുമുള്ള കഷ്ടപ്പാട് എന്ന് ശ്രുതി വീമ്പ് പറയും. നിനക്ക് പഠിക്കാൻ നിന്റെ അച്ഛന്റെ കാശുണ്ടായിരുന്നു. പക്ഷേ ദേവു അങ്ങനെയല്ല. അവൻക്ക് ഒരു പെൻസിൽ വാങ്ങിക്കാൻ പോലും അവൾ കുറെ ദിവസങ്ങളോളം കാത്തിരിക്കണമായിരുന്നു. ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് അവൾ ഇതെല്ലാം തന്നെ നേടിയെടുത്തത്. അത് നിന്റെ 5 ഡിഗ്രിയേക്കാൾ എത്രയോ വലുതാണെന്ന് സച്ചി മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നവർക്ക് ഇതൊരു വലിയ നേട്ടം തന്നെയാണ് സുധി എന്ന് സച്ചി പറയുമ്പോൾ അവർക്ക് മറുപടിയൊന്നും ഇല്ലായിരുന്നു. സച്ചിയുടെ വാക്കുകൾ കേട്ട് രേവതിക്ക് ഒരുപാട് സന്തോഷമായി. തനിക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ദേവിനെ ഇനിയും പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് സച്ചി ഉറപ്പിച്ചു പറഞ്ഞു. ഈ സമയത്താണ് വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുന്നത്. ആരെയാണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്നവർ ചോദിച്ചപ്പോൾ ദേവുവിന്റെ വിജയത്തെക്കുറിച്ച് സച്ചി പറഞ്ഞു. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ് എന്നും പറഞ്ഞു വർഷയും ശ്രീകാന്തും സന്തോഷത്തോടെ വരികയാണ്. നമുക്കിനി ഇത് സെലിബ്രേറ്റ് ചെയ്യണം വർഷേ എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ, നിന്റെ ഇഷ്ടത്തിന് ഒരു ബിരിയാണി ഉണ്ടാക്ക്, നമുക്ക് വീട്ടിൽ തന്നെ ആഘോഷിക്കാമെന്ന് പറയാണ് വർഷ. അതെന്തിനാണ് ഇവിടെ ആഘോഷിക്കുന്നത് എന്ന് ചന്ദ്രമതി എതിർക്കുമ്പോൾ, അവളും നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയല്ലേ ആന്റി എന്ന് വർഷ ചോദിക്കുകയാണ്. ആന്റി ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ വില ആന്റിക്ക് മനസ്സിലായെന്നും കൂടി വർഷ കൂട്ടിച്ചേർക്കുമ്പോൾ ചന്ദ്രമതിയുടെ മുഖം അങ്ങ് മങ്ങി. ഇവരുടെ മുൻപിൽ വലിയ അറിവുള്ള ആൾ സച്ചിയാണല്ലോ, പക്ഷേ അവൻ വെറും ഒരു പൊട്ടനാണ്. ചന്ദ്രമതി ശ്രുതിയോട് പറയുമ്പോൾ സച്ചി അത് കേട്ടുവെങ്കിലും ഒന്നും മിണ്ടിയില്ല. സച്ചി ഇൻസൾട്ട് ചെയ്യുന്നത് നിർത്താൻ ശ്രുതി പറഞ്ഞപ്പോൾ വർഷ അത് തടഞ്ഞു. വർഷ ബിരിയാണി ഉണ്ടാക്കാമെന്നും ദേവുവിന് ഒരു വാച്ച് സമ്മാനമായി നൽകാമെന്നും പറയുമ്പോൾ ചന്ദ്രമതി വീണ്ടും എതിർപ്പുമായി വന്നു. അവൾ എന്താ കളക്ടറാണോ വാച്ചൊക്കെ കൊടുക്കാനെന്ന് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടാണ്. അന്നേരം വർഷ ചോദിക്കുന്നുണ്ട്, അതെന്താ കളക്ടർമാർക്ക് മാത്രമേ വാച്ചൊക്കെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? തുടർന്ന് ഈ സന്തോഷത്തിനിടയിൽ തന്നെ ലക്ഷ്മി രേവതിയെ വിളിക്കാണ്. അമ്മയാണ് വിളിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ സച്ചി ഫോൺ എടുക്കാൻ പറഞ്ഞു. ദേവു കാര്യം പറഞ്ഞില്ലേ മോളെ എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ, അതെ അമ്മേ, ഒരുപാട് സന്തോഷമായി എന്ന് രേവതി മറുപടി നൽകി. ഞങ്ങളിപ്പോൾ അമ്പലത്തിലാണ് മോളെ, നീയും സച്ചിയും കൂടി ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ലക്ഷ്മി ആവശ്യപ്പെട്ടപ്പോൾ വരാം അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും രേവതി ഫോൺ കട്ട് ചെയ്യുന്നത്. അങ്ങനെ അവർ അമ്പലത്തിലേക്ക് എത്തുമ്പോൾ നാട്ടുകാരെല്ലാം തന്നെ ലക്ഷ്മിയെ അഭിനന്ദിക്കുകയാണ്. ഭർത്താവ് മരിച്ചതിന് ശേഷം ഈ കുടുംബം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷേ നീ മക്കളെയൊക്കെ നല്ല രീതിയിൽ തന്നെ എത്തിച്ചല്ലോ എന്നവർ പറഞ്ഞു. ഇതെല്ലാം ദേവിയുടെ കടാക്ഷം കൊണ്ടാണെന്ന് ലക്ഷ്മി വിനയത്തോടെ മറുപടി നൽകി. ഒരു ചേച്ചി ദേവുവിനായിട്ട് കോൺവക്കേഷൻ കോട്ടും തൊപ്പിയും വാടകയ്ക്ക് എടുത്തുകൊണ്ടുവരുന്നു. ഇത് ഇടുമോളെ എന്നും പറഞ്ഞ് അവർ നിർബന്ധിച്ചു. ആ വേഷത്തിൽ ദേവുവിനെ കണ്ടപ്പോൾ ലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. അച്ഛൻ ഇത് കാണാനുണ്ടായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി കരയുമ്പോൾ ദേവു അച്ഛന്റെ കരിമ്പ് മെഷീൻ അടുത്തേക്ക് ചെന്ന്, അച്ഛൻ കാരണമാണ് എനിക്കിതൊക്കെ നേടാൻ കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവു സങ്കടപ്പെട്ട് കരഞ്ഞു. ശരത് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാൻ വിളിച്ചു. അപ്പോഴാണ് സച്ചിയും രേവതിയും മധുരവുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിയും രേവതിയും ദേവുവിനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു. ചേച്ചി കാരണമാണ് എനിക്ക് ഈ നേട്ടമുണ്ടായത് എന്ന് ദേവു വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. രേവതി ചേച്ചി പഠിക്കാൻ മിടുക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചേച്ചിയുടെ പഠിപ്പ് നിർത്തി. ആ കാര്യങ്ങളെല്ലാം തന്നെ ദേവു ഓർത്തെടുത്തു. സച്ചിയേട്ടന് ഞങ്ങളെ ഒത്തിരി സഹായിച്ചു എന്ന് ദേവു പറയുമ്പോൾ, നീ ഞങ്ങളുടെ വീട്ടിലെ മരുമകനല്ല, എൻ്റെ മൂത്ത മകനാണെന്ന് ലക്ഷ്മി സച്ചിയോട് പറഞ്ഞു. സച്ചിക്ക് ആ വാക്കുകൾ വലിയൊരു അംഗീകാരം തന്നെയായിരുന്നു. ഒടുവിൽ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ഫോട്ടോ എടുത്തു. രേവതിയും ആ കോട്ട് ഒരു ഫോട്ടോക്കായി പോസ്റ്റ് ചെയ്തു. സച്ചി യാത്ര പറഞ്ഞു പോകുമ്പോൾ രേവതിയും കൂടെ ചെല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും, നീ എല്ലാവരുടെയും ഒപ്പം കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് സച്ചി സ്നേഹത്തോടെ അവിടെ നിന്നും പോവാനൊരുങ്ങി. അമ്പലമുറ്റത്തെ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് ശേഷം സച്ചിയും രേവതിയും ദേവുവിനെ കൂട്ടി വീട്ടിലേക്ക് എത്തിയപ്പോൾ അന്തരീക്ഷം അല്പം ഗൗരവത്തിലായിരുന്നു. ചന്ദ്രമതിയും ശ്രുതിയും സ്വീകരണ മുറിയിൽ എന്തോ ഗൂഢാലോചനയിലാണ്. അവരുടെ മുഖഭാവം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വർഷയും ശ്രീകാന്തും അടുക്കളയിൽ ബിരിയാണി തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ്. മണത്താൽ തന്നെ വിശപ്പും സന്തോഷവും ഇരട്ടിക്കുന്ന ആ സുഗന്ധം വീടാകെ പകർന്നു. ആഹാ, എല്ലാവരും എത്തിയോ? ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ലോകം കീഴടക്കിയ ഭാവമാണല്ലോ എല്ലാവർക്കും, ചന്ദ്രമതി പരിഹാസത്തോടെ പറഞ്ഞു. കൂടെ ശ്രുതിയും പുച്ഛം കലർന്ന ചിരിയും. സച്ചി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന മധുരപ്പൊതി ചന്ദ്രമതിയുടെ മുന്നിലേക്ക് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട്, അമ്മേ, ഇത് നമ്മുടെ ദേവുവിന്റെ വിജയത്തിന്റെ മധുരമാണ്. ഇത് കഴിക്കുമ്പോൾ അമ്മയുടെ ഉള്ളിലെ ആ പഴയ കയ്പ് അങ്ങ് മാറട്ടെ. സച്ചിയുടെ വാക്കുകളിൽ വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്നാൽ ചന്ദ്രമതി അത് തൊടാൻ പോലും തയ്യാറായില്ല. എടാ സച്ചി, നീ ഈ കാണിക്കുന്നതൊക്കെ വെറും പ്രഹസനമാണ്. ഒരു ഡിഗ്രി കിട്ടിയാൽ ഇത്ര വലിയ ആഘോഷം ഇവൾക്കിനി എവിടെ ജോലി കിട്ടാനാണ്? കൈ നിറയെ പണം തരുന്ന ഒരു ജോലി കിട്ടിയാൽ മാത്രമേ ഇതിനൊരു വിലയുണ്ടാവുള്ളൂ. ചന്ദ്രമതി ആഞ്ഞടിച്ചു. ഈ സമയം ശ്രുതി ഇടയിൽ കയറി പറഞ്ഞു, ആന്റി പറയുന്നത് കറക്റ്റാണ്. ഇന്ന് വെറും ഡിഗ്രിയുള്ള ആൾക്കാർക്കൊന്നും ജോലി കിട്ടാൻ പ്രയാസം. എക്സ്പീരിയൻസും ഹൈഫൈ ഡിഗ്രിയും ഇല്ലാതെ വെറും ഒരു സാധാരണ കോളേജിൽ നിന്നും പാസ്സായവർക്ക് വല്ല സെയിൽസ് ഗേളൊക്കെ ആയിട്ട് നോക്കാമെന്നേ ഉള്ളൂ. ശ്രുതിയുടെ ആ വാക്കുകൾ രേവതിയെ വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷേ ഇത്തവണ രേവതി മിണ്ടാതിരുന്നില്ല.
അവൾ ദേവുവിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് തന്നെ ശ്രുതിക്ക് നേരെ തിരിഞ്ഞു. ശ്രുതി, ഡിഗ്രി എന്ന് വെറും ഒരു ജോലി കിട്ടാനുള്ള വഴി മാത്രമൊന്നുമല്ല, അത് ഈ കുടുംബത്തിന്റെ ആത്മവിശ്വാസമാണ്. ഒരച്ഛന്റെ കഷ്ടപ്പാട് കണ്ടു വളർന്ന ഈ കുട്ടിക്ക് കിട്ടിയ ഈ ഫസ്റ്റ് ക്ലാസ് വിധിയേക്കാൾ നിന്റെ ഭർത്താവിന്റെ 10 ഡിഗ്രിയേക്കാൾ എത്രയോ വലുതാണ് എനിക്ക്. നിനക്ക് പണമോ സാഹചര്യമോ ഒന്നുമില്ലാതെ പഠിക്കുന്നതിൻ്റെയൊന്നും വില അറിയില്ല. അപ്പോഴാണ് ഇതും കേട്ടുകൊണ്ട് തന്നെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നത്. ദേവു, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അവൻ ഒരു കവർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അതിൽ പ്രശസ്തമായ ഒരു IT കമ്പനിയുടെ ഇന്റർവ്യൂ കാർഡായിരുന്നു. നീ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായ വിവരം അറിഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇത് ശരിയാക്കിയത്. നിനക്ക് പഠിച്ച വിഷയത്തിൽ തന്നെ മികച്ച ഒരു തുടക്കം കുറിക്കാൻ ഇതിലൂടെ സാധിക്കും. ഇത് കണ്ടപ്പോൾ ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയും മുഖം അങ്ങ് വിളറി. അവരൊട്ടും പ്രതീക്ഷിക്കാതെ വലിയൊരു അടിയായിരുന്നു അത്. അങ്ങനെ ശ്രീകാന്ത് മുഖേന ദേവുവിന് നല്ലൊരു ഹൈ ക്ലാസ് കമ്പനിയിൽ തന്നെ വലിയൊരു ജോലി കിട്ടുകയാണ്. അന്ന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ വർഷ ബിരിയാണി വിളമ്പി. എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നുവെങ്കിലും ചന്ദ്രമതി മാത്രം മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയില്ല. സച്ചി ചന്ദ്രമതിയുടെ മുറിയിലേക്ക് ചെന്ന് വിളിച്ചു. അമ്മേ, വാ, ഭക്ഷണം കഴിക്കാം. അമ്മ എത്രയൊക്കെ തള്ളിക്കളഞ്ഞാലും ദേവു ഈ വീട്ടിലെ അഭിമാനം തന്നെയാണ്. അമ്മക്കത് പതുക്കെ മനസ്സിലാവും. സച്ചിയുടെ ശാന്തമായ സംസാരത്തിന് മുന്നിൽ ചന്ദ്രമതിക്ക് മറുപടിയില്ലായിരുന്നു. അന്ന് രാത്രി ദേവു അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് തന്നെ തന്റെ ഫസ്റ്റ് ക്ലാസ് വിജയത്തിന്റെ ആ ഒരു മാർക്ക് ലിസ്റ്റ് അച്ഛന്റെ കാൽക്കൽ വെച്ചപ്പോൾ അവളുടെ ഉള്ളിലൂടെ പഴയ ഒരുപാട് ഓർമ്മകൾ അങ്ങനെ കടന്നുപോയി. രേവതി ചേച്ചി തനിക്ക് വേണ്ടി മാറ്റിവെച്ച ആ പഴയ പുസ്തകങ്ങളും അമ്മയുടെ പൂ കെട്ടുന്ന തിരക്കുകളും എല്ലാം. അച്ഛാ, ഇനി ഞാൻ തോറ്റുകൊടുക്കില്ല. ഈ കുടുംബത്തെ ഇനി ഞാൻ നല്ല നിലയിൽ തന്നെ എത്തിക്കും, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ രേവതിയും സച്ചിയും ബാൽക്കണിയിൽ നിന്ന് ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. രേവതി, നീ കണ്ട സ്വപ്നം ഇന്ന് പൂത്തിരിക്കുന്നു. ഇനിയും ഒരുപാടധികം ഉയരങ്ങൾ നമുക്ക് കീഴടക്കാനുണ്ട്, സച്ചി രേവതിയുടെ കൈ ചേർത്ത് പിടിച്ചു പറഞ്ഞു. അങ്ങനെ ആ ഒരു ദേവുവിന് അത്രയും വലിയൊരു ജോലി കിട്ടിയത് കൊണ്ട് തന്നെ സച്ചിയും രേവതിയും വളരെയധികം സന്തോഷത്തിൽ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.